ഈ മണിക്കൂറിലും തെരഞ്ഞെടുപ്പിലെ ഡീൽ ആരോപണം അങ്ങനെ ചൂടുപിടിക്കുകയാണല്ലേ അനുജ? അതെ, തീർച്ചയായും എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് വരെ കത്തി നിൽക്കാൻ പോകുന്ന ഒരുപക്ഷെ ഒരേ ഒരു വിവാദം ഈ ഡീൽ തന്നെയാകും. തെരഞ്ഞെടുപ്പിൽ ഡീൽ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2006 തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് RSS തലവനായിരുന്ന ഗോൾവാൾക്കറുമായി ബന്ധപ്പെട്ട് പറവൂരിലെ ചടങ്ങിൽ വി ഡി സതീശൻ പങ്കെടുത്തത് ഏത് ഡീലിന്റെ ഭാഗമെന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. ചടങ്ങിൽ വി ഡി സതീശൻ പങ്കെടുത്ത ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം. എസ് വിനേഷ് കുമാർ വിശദാംശങ്ങളുമായി. വിനേഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇത് കേൾക്കുകയാണ്. അപ്പോഴൊക്കെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ കോലീബി എന്നൊക്കെയുള്ളത് പറഞ്ഞുകൊണ്ട് എതിരിടുന്നതാണ് കണ്ടത്. ഇന്നിപ്പോൾ ഒരിക്കൽ കൂടി പഴയ കാര്യത്തിലേക്ക്, കുറച്ചുകൂടി 2006 സംഭവിച്ചത് 2001 എന്ത് സംഭവിച്ചു, ഇതിനൊക്കെ മറുപടി പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനു മുൻപ് പലകുറി പൊങ്ങി വന്ന വിവാദമാണ്. അതൊരിക്കൽ കൂടി മുഖ്യമന്ത്രി ഈ പശ്ചാത്തലത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ചിത്രം പങ്കുവച്ചുകൊണ്ട്. ഗോകുൽ, തെരഞ്ഞെടുപ്പ് ഡീൽ ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ യുദ്ധമുഖത്താണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ വിവാദം തന്നെയാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ഡീൽ വിവാദമാണ്. ഇത് മാത്രമല്ല, കഴിഞ്ഞ സംസ്ഥാനത്തുള്ള നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം ഇപ്പോൾ രാഹുൽ ഗാന്ധിയിലേക്ക് പോലും എത്തിയിരിക്കുന്നു. അതായത് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസുമാണ് BJPക്കൊപ്പം നിൽക്കുന്നത്, BJPയുടെ B ടീമാണ് എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ആവർത്തിച്ചു. ഇതാണ് കൂടുതൽ വി ഡി സതീശനെയും മറ്റു കോൺഗ്രസ് നേതാക്കളെയും കൂടുതൽ അലോസരപ്പെടുത്തുകയും അല്ലെങ്കിൽ അവർക്കിടയിൽ കൂടുതൽ രൂക്ഷമായ ഭാഷയിലേക്ക് പ്രതികരിക്കാൻ നിർബന്ധിതരായത് ഈ ഒരു കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ രൂക്ഷമായ വിമർശനമുണ്ടായി. അമിത്ഷായെയും നരേന്ദ്രമോദിയെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് പിണറായി വിജയൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ തെരഞ്ഞെടുപ്പ് ഡീൽ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMന്റെ ഉന്നത നേതാക്കൾക്കെതിരെ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. പാലക്കാട് ഡീലിൽ നിന്ന് തുടങ്ങിയപ്പോൾ കേരളം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു ഈ ഒരു വിവാദം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതിനിടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വരുന്നത്. അതായത് 2006ലെയും 2011ലെയും കാര്യങ്ങളാണ് ഇതിനകത്ത് എടുത്തു പറയുന്നത്. ഒപ്പം തന്നെ വി ഡി സതീശൻ ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ ചിത്രം, അതിൻ്റെ ഉദ്ഘാടകൻ അദ്ദേഹമായിരുന്നു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് 2006 തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ഈ RSSന്റെ പിന്തുണ വി ഡി സതീശൻ തേടിയിരുന്ന കാര്യം മുഖ്യമന്ത്രി അതിനകത്ത് പറയുന്നുണ്ട്. ഇത് ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷൻ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഇത് എന്ത് ഡീലിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. എന്തായാലും ഇതിന്റെ പ്രത്യാരോപണങ്ങളാണ് കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി സജീവമായി കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിലും ഡീൽ രാഷ്ട്രീയം തന്നെയായിരിക്കും പ്രധാനമായും ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല. തീർച്ചയായും മുമ്പ് പലവട്ടം ചർച്ചയായതാണ്. പലകുറി വി ഡി സതീശൻ തന്നെ വിശദീകരിക്കേണ്ടി വന്നതാണ് ഈ ചിത്രം. അതിന്റെ സാഹചര്യമൊക്കെ അന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തതാണ്. വിനേഷ്, വീണ്ടും ഇത് മുഖ്യമന്ത്രി ഉയർത്തിവിടുന്നത് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അതിരൂക്ഷമായ ആക്രമണം. ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നടക്കം CJP എന്ന പ്രയോഗം കോഴിക്കോട് വീണ്ടും ആവർത്തിക്കുന്ന നിലയുണ്ടായി. അപ്പോൾ ഇനി ഒരു മയവും വിചാരിക്കേണ്ടതില്ല. അത് ഇന്ന് രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നു. സ്വാഭാവികമായും ഈ ഡീൽ ചർച്ച ഗുണമാകില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതേ നാണയത്തിൽ അല്ലെങ്കിൽ അതിലൊന്നുകൂടി കടുപ്പിച്ച് പഴയ വിഷയങ്ങളൊക്കെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടൊരു മറുപടിയിലേക്ക് പോവുകയാണ് LDFന്റെ സ്ട്രാറ്റജി, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, വടകരയിലും ബേപ്പൂരിലും നടന്നിരിക്കുന്ന കോലീബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോലീബി സഖ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലും ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ പൊതുസമൂഹത്തിലേക്ക് ചർച്ചയാക്കാൻ LDFന് കഴിഞ്ഞിട്ടുണ്ട്, അതേപോലെ CPMന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. പാലക്കാട് റസാഖിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡീലായിരുന്നു തുടക്കത്തിൽ. അതൊരു ചെറിയ 1-2 പ്രതികരണങ്ങൾ മാത്രമായിരുന്നു വന്നിരുന്നത്. പിന്നീട് ഇത് നേതാക്കൾ ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ ഇതിനെതിരെ വാദപ്രതിവാദങ്ങൾ നടത്തുന്നു, പ്രത്യാരോപണങ്ങൾ നടത്തുന്നു. എന്തായാലും ഇക്കാര്യം തന്നെയാണ് ഇപ്പോൾ സജീവമായി ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വന്നതോടുകൂടി ഇനി എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇതിന്റെ കൂടുതൽ വിശദീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഒപ്പം തന്നെ CPMന്റെ നേതാക്കളും കോൺഗ്രസിലെ ഉന്നത നേതാക്കളെല്ലാം തന്നെ ഇതിൽ പ്രതികരണം ഉണ്ടാവും. എന്നാൽ രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ഇതുവരെയും രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതികരണം, അത്തരത്തിൽ പരസ്യമായ ഒരു പ്രതികരണം എന്തായാലും നമ്മൾ കണ്ടിട്ടില്ല. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയും CPMും തമ്മിൽ ഇത്തരത്തിൽ ഡീൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കേരളത്തിൽ അദ്ദേഹം കൂടി അത് സജീവമാക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഡീൽ വിവാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും മറ്റു കാര്യങ്ങളൊന്നും തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമല്ല. ഇത് തന്നെ ഡീൽ വിവാദം തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണായുധമാവുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.